ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയല്ല അലൈൻമെന്റ്. സ്ഥിരമായ ജ്ഞാനം, ആത്മനിരീക്ഷണം, ശുദ്ധമായ ജീവിതശൈലി ക്രമേണ ആഴപ്പെടുമ്പോഴാണ് അലൈൻമെന്റ് സംഭവിക്കുന്നത്. നമസ്തേ ഗംഗാമയാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. നിങ്ങളുടെ ശരീരത്തിൽ ഓറ ഉറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ, ഓറ ഉറക്കാത്തതിന്റെ ലക്ഷണങ്ങളും ഓറ ഉറച്ചതിന്റെ ലക്ഷണങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആദ്യം ഓറ ഉറച്ചില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ശാരീരിക ബുദ്ധിമുട്ട് നമ്മൾ നോക്കാം. നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനാവശ്യ മുറുക്കങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രാണനായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളുടെ ശ്വാസോച്ഛ്വാസം, അതായത് നമ്മൾ എടുക്കുന്ന ബ്രീത്തിങ് കറക്റ്റ് അല്ലാതെ വരിക, നമുക്ക് ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി മൈൻഡിലേക്ക് പോയാൽ, അലൈൻമെന്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ മൈൻഡിലേക്ക് പോയാൽ വല്ലാത്ത ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവം ഫീൽ ചെയ്യുക. നമ്മൾ എല്ലാവരും എന്നെ അടിച്ചമർത്തുന്നു, എല്ലാവരും എന്നെ തഴയണു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ വെറുക്കുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് മാറുക. ഇനി അത് വികാരത്തിന്റെ ഒരു അലൈൻമെന്റിലേക്ക്, ഒരു ഇമോഷണൽ അലൈൻമെന്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക? നമുക്ക് വളരെ കോപം ഉണ്ടായിരിക്കും, ഭയമായിരിക്കും, അസൂയായിരിക്കും, കുറ്റബോധം ഉണ്ടാവും. ഇതൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. ഇനി നമുക്ക് ആ ചൈതന്യത്തിന്റെ, അതായത് ആ പ്യൂരിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ അലൈൻമെന്റ് സംഭവിച്ചാൽ ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സുമല്ല, ഞാൻ സാക്ഷി ചൈതന്യമാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ ബോഡി അലൈൻമെന്റ്, ബ്രീത്ത് അലൈൻമെന്റ്, മൈൻഡ് അലൈൻമെന്റ്, എനർജി അലൈൻമെന്റ് എല്ലാം സംഭവിച്ചാൽ കോൺഷ്യസ്നസ് അലൈൻമെന്റ് സെൽഫ് റിയലൈസേഷനും റിലാക്സേഷനും ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓറയെ ഒരു അലൈൻമെന്റിലേക്ക്, റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക? റിയലൈസേഷനും റിലാക്സേഷനും രണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഓറയുടെ നിറം കണ്ടെത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത്. പലരും ഒരുപക്ഷെ ഓറയെ കുറിച്ച് സംസാരിക്കും. ഓറയുടെ നിറം എന്താണ്, അതെങ്ങനെ കാണാം, എങ്ങനെ ശക്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച്, ഓറ എന്നുള്ളത് പോലും അറിയാത്തൊരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് വളരെ അജ്ഞതയായിരിക്കും. നമുക്ക് സാമവേദം, യജുർവേദം, ഋഗ്വേദം, അഥർവേദം. അപ്പോൾ ഇതിൽ മനുഷ്യന്റെ സത്വരജ തമോ ഗുണത്തെ കുറിച്ച് തന്നെയാണ് വിവരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് എത്ര പേര് ജ്ഞാനം ഉണ്ട്, എത്ര പേര് അജ്ഞരാണ്? ഭൂരിഭാഗം പേരും അജ്ഞരാണ്. അതുപോലെ തന്നെയാണ് ഓറ എന്നുള്ളത് ഭൂരിഭാഗം പേർക്കും അറിയില്ല. അപ്പൊ പിന്നെ അവർ അതിനെക്കുറിച്ച്, കളറിനെ കുറിച്ചോ അതുപോലെ തന്നെ ശക്തമായി കാണുന്നതിനെ കുറിച്ചോ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു സാധകൻ ആദ്യം ഓറയുടെ നിറം മാറ്റാനല്ല ശ്രമിക്കേണ്ടത്, നമ്മുടെ ബോധം മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. ഓറ എന്നുള്ളത് ശരീരത്തിലെ ഒരു പ്രകാശവലയം മാത്രമല്ല. ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ചൈതന്യം, ഇതിന്റെ എല്ലാം സമന്വയത്തിന്റെ പ്രതിഫലനമാണ് ഓറ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓറ അസന്തുലിതമായാലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വല്ലാത്ത അസ്വസ്ഥത, ശാരീരിക ക്ഷീണം, തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാവാം. അതുപോലെ എന്ത് ചെയ്താലും പരാജയം മാത്രം സംഭവിക്കുക. എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ തകർച്ചയും, എൻ്റെ ജീവിതം മാത്രമാണല്ലോ ഇങ്ങനെ തകർച്ചയും എന്നൊക്കെ നിങ്ങൾ പരിതപിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഓറ പ്യൂരിഫൈ ആവാൻ നിങ്ങൾ ശ്രമിക്കൂ. അപ്പോൾ ഒരു ആത്മീയ അന്വേഷി, അല്ലെങ്കിൽ ഒരു ആത്മസാധകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സക്സസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അലൈൻമെന്റിൽ എത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രാണനെ, അതുപോലെ തന്നെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിനെ എല്ലാം ചൈതന്യമായിട്ട് സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് അലൈൻമെന്റ് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു നട്ടില് നേരാക്കി ഇരിക്കുക, ഭൂമിയുമായി ബന്ധപ്പെട്ടതായിട്ട് അനുഭവിക്കുക, ശരീരത്തിലെ അനാവശ്യ മുറുക്കങ്ങൾ വിട്ടയക്കുക. ശരീരം ശാന്തമാകുമ്പോൾ പ്രാണനും ശാന്തമാകാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാണായാമം, നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രാണായാമം എടുക്കാം. അപ്പോൾ എന്താണെന്നറിയോ, ശ്രദ്ധ വളരെയധികം ശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റും. ഒരേ ഉൾശ്വാസത്തിലും ജീവശക്തി ശരീരത്തിലും ഒക്കെ ഒഴുകുന്നതായി അനുഭവിക്കുക. ഒരേ പുറശ്വാസത്തിലും ക്ഷീണവും സമ്മർദ്ദവും പുറത്തേക്ക് പോകുന്നതായി നിങ്ങൾ കാണുക. പ്രാണൻ സമതുലിതമാകുമ്പോൾ ഓറയും സമതുലിതമാകാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ ഘട്ടം മനസ്സിന് അലൈൻമെന്റിലേക്ക്, അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണ്ട എന്ന് പറയാം. അതാണ് ഞാൻ പറയണത്. മനസ്സിനെ അലൈൻമെന്റിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തകൾ വന്നോട്ടെ, അതിനെ നിങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടോളൂ. നിങ്ങൾ ചിന്തകളെയല്ല, നിങ്ങൾ സാഗൂതം കടൽ തീര പോലെ, കടൽ കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ കൗതുകത്തോടെ നിങ്ങൾ കടലിന്റെ തിരമാലകൾ എണ്ണീട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം, നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ ചിന്തകളെ നിങ്ങൾ വളരെ സാഗൂതത്തോടെ, കൗതുകത്തോടെ നോക്കുക. അവയെ കാണുന്ന സാക്ഷിയായിട്ട് നിങ്ങൾ മാറുക. ഒരു സാക്ഷിഭാവം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ഓറ വ്യക്തത ആവാനും അതുപോലെ തന്നെ ശക്തമാവാനും തുടങ്ങും.
ഇനി നാലാമത്തെ ഘട്ടം നിങ്ങൾ വികാരത്തിന്റെ അലൈൻമെന്റ്, അതായത് നിങ്ങളുടെ ആ വികാരം ഉണ്ടല്ലോ, എൻ്റെ ഇത് എന്നുള്ള ആ വികാരം, അതിനെല്ലാം വിട്ട് കോപത്തെ, ഭയത്തെ, അസൂയ, കുറ്റബോധം അടിച്ചമർത്തിയിട്ട് വിടേണ്ട കാര്യമില്ല. അതെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുക. അതായത് അവയെ തിരിച്ചറിയുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാണ്, സ്വീകരിക്കേണ്ടതല്ലാത്തത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാം. വെറുതെ അനാവശ്യമായിട്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന ഈഗോ നമ്മുടെ ലൈഫിൽ നമുക്ക് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ, സക്സസ് നമുക്ക് തരില്ല. മറ്റൊരാൾ നന്നാവുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയപ്പെട്ടിട്ട് മറ്റൊരാൾ അയാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത് അവരുടെ കാഴ്ചപ്പാടിലൂടെ അവർ വളർന്നു വരുന്നതാണ്. ഇപ്പൊ ചില ആൾക്കാർക്കുണ്ടാവും ഒരു വ്യക്തിക്ക് കിട്ടിയത് ആ മറ്റേ വ്യക്തിക്കും കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസി, അതിന് അസൂയ എന്ന് പറയുക. ആ അസൂയ ഉണ്ടായ ഒരാൾക്കും ആത്മീയ പാതയിൽ ഉന്നതഗതിയിൽ, അതായത് പരമോന്നത ഗതിയിലേക്ക് എത്താൻ പറ്റില്ല. അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പൊ ഈ അസൂയ, കുറ്റബോധം എല്ലാം അടിച്ചമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വിട്ടുകളയുക. പുകപടലം പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നതെല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതിന് പകരം നിങ്ങൾ സ്നേഹവും ക്ഷമയും കൃതജ്ഞതയും വളർത്തുക. അപ്പൊ തന്നെ നിങ്ങളിലുള്ള ഒരു ആന്തരിക ഊർജം കൂടുതൽ സമന്വയിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കാനുള്ള ആ ഒരു ടെൻഡൻസിയിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങും. ഇനിയുള്ളത് ഒരു നമ്മുടെ ഘട്ടം എന്താണെങ്കിൽ ചക്ര അലൈൻമെന്റ് ആണ്. അത് നിങ്ങൾക്ക് ചക്ര എവിടെയെന്ന് അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ നട്ടലിന്റെ താഴെ മുതൽ ശിരസ് വരെ ഒരു പ്രാണപ്രവാഹം, ഒരു ഗംഗ പോലെ ഒഴുകുന്നതായിട്ട് കണ്ടാൽ മാത്രം മതി. നിങ്ങൾ ചക്രയെ കുറിച്ച് പഠിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അതായത് മൂലാധാരം എന്ന് പറയുന്നത് നട്ടലിന് താഴെയും, ഇനി ബാക്കി സഹസ്രാരം വരെ, അതായത് സഹസ്രാരം പറയുമ്പോൾ ഉച്ചി വരെ ഒരു പ്രാണപ്രവാഹം ഗംഗ പോലെ ഒഴുകുന്നതായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓറ സ്ഥിരപ്പെടാനും അനുഭവിക്കാനും ഒരു അലൈൻമെന്റിലെത്താനും തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചക്രങ്ങളെ ഉണർത്താൻ ചക്ര പഠിക്കണം. അത് പഠിക്കാതെ നിങ്ങൾ ചക്രങ്ങൾ ഉണർത്തരുത്. കാരണം കൃത്യമായിട്ട് ഗുരുവിന്റെ ഒരു ശിക്ഷണത്തിലല്ലാതെ നിങ്ങൾ ചക്ര ഉണർത്തരുത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കാരണം ഈ ഓറ കൃത്യമായിട്ടല്ലെങ്കിൽ, സമതുലിതമായിട്ടല്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടേ. അപ്പൊ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈനംദിനമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ശരീരമാണെങ്കിൽ നിങ്ങൾ ശരീരമാണ്, നിങ്ങൾ മനസ്സാണോ മനസ്സാണ്, വികാരമാണോ വികാരമാണ്. പക്ഷെ ഇതല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ സാക്ഷി ചൈതന്യമായിട്ട് മാറണതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചു നേരം ഞാൻ പറഞ്ഞ പോലെ ഇരിക്കാൻ ശ്രമിക്കൂ. ഓറ ഒന്ന് നല്ല രീതിയിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾ തന്നെ ശ്രമിക്കണം. കാരണം പുതിയൊരു അത്ഭുത ശക്തി നിങ്ങളിലേക്ക് അനുഭൂതി വരണതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ സ്വന്തം യഥാർത്ഥ സ്വരൂപം, നിങ്ങളുടെ ശക്തിയും പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. പ്രാണൻ സമതുലിതമാകുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? സാക്ഷി ചൈതന്യം മാത്രമാണ്. ആ സാക്ഷി ചൈതന്യം അതന്നെയാണ് റിയലൈസേഷൻ. അവിടെ തന്നെയാണ് ഓറ എന്നുള്ളത്. നിങ്ങളുടെ പ്രകാശം പർപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുനീളെ നിങ്ങളോട് കൂടി നിൽക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കുമുള്ള ഒരു പ്രകാശ വലയമായിട്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. അവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പിന്നെ എല്ലാ സക്സസും ഒഴുകി വരാൻ തുടങ്ങും. നന്ദി, നമസ്തേ. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.